എനിക്കിഷ്ടമില്ല. ഇത് പഴയ ഫാഷനാണ്. ഇപ്പൊ പലരും കാല് പോകുള്ളൂ. നമ്മളൊക്കെ തുല്യരാണ്. നമ്മളൊക്കെ രണ്ട് കണ്ണ്, തല, മൂക്ക്, വായൊക്കെ. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരാളുടെ കാല് തൊട്ടുവന്നിച്ചത് ഇന്നാണ്. ഇതിനു മുമ്പും ഒരാളുടെ കാല് ഞാൻ തൊട്ടിട്ടില്ല, ഇനി തൊടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷേ സാറിന്റെ ബോച്ചയുടെ കാല് തൊട്ട് വന്നിച്ചതിന് ഒരു റീസൺ ഉണ്ട്. ഞാൻ തൊട്ട് വന്നിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ രണ്ട് വാക്കുകളാണ് പറഞ്ഞത്. ഒന്ന് മാപ്പ്, രണ്ട് നന്ദി. മാപ്പ് എന്ന് പറയാൻ കാരണം ഞാൻ ഈ മനുഷ്യനെ അടുത്തറിയുന്നതിന് മുൻപ് ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വേഷത്തെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലിനെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ ഓട്ടത്തെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടൊന്നും 816 കിലോമീറ്റർ പോകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്തറിഞ്ഞപ്പോ സാധാരണ വാക്ക് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവാറില്ല. അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് തനി തങ്കമാണ്, തനി തങ്കമാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ അതിന് കുറെ കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടന്ന ഒരു ആഗ്രഹമാണ്. ഒന്ന്, മാപ്പ് പറയണം എന്നുള്ളത്. രണ്ട്, നന്ദി എന്തിനാണ് പറഞ്ഞത്? ക്രൗൺ ഡയമണ്ട് ആയതിനൊന്നുമല്ല. അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു ഇൻകൊക്കെ വാങ്ങി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഫിജി കാർഡിലേക്ക് വന്നത്. ട്രെയിനിങ് മേഖലയിലായിരുന്നു. പക്ഷേ ഈ COVID-19 കാലഘട്ടം, കൊറോണ കാലഘട്ടം എന്റെ കുടുംബം സർവൈവ് ചെയ്തത് fijicard.com മാത്രമാണ്. എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ പ്രവീക്ഷണയത്ത് കഴിഞ്ഞ ഒരു 1.5 വർഷത്തോളം അല്ലെങ്കിൽ ഈ കൊറോണ കാലഘട്ടം എങ്ങനെ സർവൈവ് ചെയ്യുമെന്നുള്ളതിന് ഒരു ഉത്തരവും എന്റെ മുന്നിലില്ല. അപ്പൊ അതിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു സർ. ദൈവത്തോട് പറയുന്നത് നമ്മളല്ല, ദൈവം നേരിട്ട് വരില്ലല്ലോ സർ. ദൈവം നിങ്ങളുടെ രൂപത്തിലല്ലേ വരിക. അതുകൊണ്ട് സാർ എത്ര നിങ്ങൾ എന്തെങ്കിലും വലിയ ട്രെയിനർ ആയതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നെഞ്ചിൽ തൊട്ട് പറയും, ശരിയല്ലേ? ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? അപ്പോ മാപ്പ്, നന്ദി രണ്ടും തരുന്നു. ഒപ്പം സാറെ കണക്ട് ചെയ്തു തന്ന നമ്മുടെ എല്ലാമായ പ്രജീഷ് സർ, ബഷീർ സർ, ഇവരോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം കളിക്കൂട്ടുകാരുടെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു COO, തമാശ പറഞ്ഞ് ഗൈഡ് ചെയ്ത്, എന്നാൽ ചീത്ത പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയാൻ, അത് കൊള്ളേണ്ടതുപോലെ കൊള്ളിച്ചു പറയാം. ഞാന് ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ നിന്നിട്ട്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫയുടെ മുന്നിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു തള്ളു തന്നി. ഞാൻ പറഞ്ഞു, സാർ ഭയങ്കര സഫറിംഗ് ഒക്കെ ആയിരുന്നു, കുറെ സാക്രിഫൈസ് ഇതൊക്കെ വന്നതെന്ന് പറഞ്ഞപ്പോ എന്റെ കഥയൊക്കെ കേട്ടപ്പോ ഉപയോഗിച്ച് ഇതൊന്നല്ല ഭായി സാക്രിഫൈസ്, ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കഥ ഞങ്ങളൊന്ന് റാസൽ കൈമേൽ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ വരെ പോകുന്ന സമയം കൊണ്ട് കേട്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതൊന്നുമല്ല കളി. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്, റൈറ്റ്? ആ റീസണ് ഒരു സ്ട്രോങ് റീസൺ ആക്കി എന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നു. അദ്ദേഹം പറഞ്ഞ ഫോളോ അപ്പും നെറ്റ്വർക്ക് ബിൽഡിങ്ങും എല്ലാം കൂടി ചേരുമ്പോൾ അത് വലിയ ഉയരങ്ങളിലേക്ക് എത്തും. ആൻഡ് നമ്മുടെ CEO സാറിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസത്തിലാണ് ഇദ്ദേഹത്തിന്റെ വലുപ്പം എനിക്ക് മനസ്സിലായത്. ഫോഗ് റിസോർട്ടിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുകയുണ്ടായി. നമ്മുടെ ടീമിന്റെ ഒരു റിസോർട്ട് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് അദ്ദേഹത്തിന്റെ പുതിയ സ്ഥാപനത്തിലേക്ക് ഒന്ന് കൊണ്ടുപോയപ്പോഴാണ് എനിക്ക് കളി മനസ്സിലായത്. നമ്മളൊക്കെ ഇവരുടെ ഭൂമിക്ക് മുകളിൽ നിന്നതേ കണ്ടിട്ടുള്ളൂ. എത്രത്തോളം ഇവരൊക്കെ മുകളിലേക്കുണ്ടോ അതിന്റെ 4 ഇരട്ടിന്റെ താഴേക്കുണ്ടോ. ഏത് കമ്പനിക്ക് ഇത് കാണാൻ കഴിയും? അൺമാച്ച്ഡ് ക്വാളിറ്റി. സോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, വൈകിയ വേളയാണെന്നറിയാം. പക്ഷേ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു അവസരം തന്നതിനും നാളെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും താങ്ക് യു വെരി മച്ച്.